നമസ്കാരം, ഏവരും വാങ്ങിച്ചുള്ളൂ. ചിത്രാദേവി പ്രിയയുടെ അയ്യോ, ഒന്ന് നിർത്തുന്നുണ്ടോ? നിർത്താനാ പറഞ്ഞ നിർത്തോ, പറയുന്നത് കേൾക്കോ, നിർത്താനല്ലേ പറഞ്ഞ നിർത്തോ. അയ്യോ, നിർത്തോ സാറേ, സാറേ, എംഡി സാറേ. വാ സാറേ, ആദ്യം നമുക്ക് യോഗ ക്ലാസ്സിന് പോകാം. എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ? എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഞങ്ങളുടെ മാഡത്തിന്റെ തിയേറ്ററിൽ കയറി വെള്ളം അടിച്ചതും പോരാഞ്ഞിട്ട് നീ സ്ക്രീനും വലിച്ചു കയറിയത്? എന്താ മേഡത്തിന്റെ തിയേറ്ററോ? ശ്രദ്ധിച്ചു കേട്ടോ താൻ. ഞാനേ 8 വയസ്സിൽ സ്റ്റേജിൽ കയറി പാടാൻ തുടങ്ങിയതാ. എന്താ വിശ്വാസമില്ലേ? അവിടെ നോക്ക്, നോക്കാൻ. നിന്റെ സ്കൂളിന് നിന്റെ അച്ഛൻ എത്ര ഡൊണേഷൻ കൊടുത്തു? എന്നാ കേട്ടോ, ദേ നിന്നെ കൊണ്ടൊന്നും എന്റെ പാട്ട് നിർത്താൻ കഴിയൂല മോനെ. ദാമോദര, നമ്പർ 1, ഇയാളുടെ പേരിൽ പോലീസ് കംപ്ലൈന്റ് ഒന്നും കൊടുക്കേ വേണ്ട, ജീവിച്ചു പോട്ടെ. നമ്പർ 2, എന്തോ ആവേശമൊത്ത് സ്ക്രീൻ കീറിയതാ, എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അതിന്റെ ചിലവുകളെല്ലാം അച്ഛന്റെ കണക്കിൽ എഴുതി വെച്ചേക്കണം. ശരി മാഡം. ഇനി വേറെന്തെങ്കിലും? മാഡം, ഇളയരാജ ഹിറ്റ്സിലെ വോളിയം 4 ദാമോദര, ഓ സോറി മാഡം. ചിത്രാദേവി പ്രിയ ഹിറ്റ്സിലെ വോളിയം 4 ഒരു പാട്ട് ചേർക്കാനുണ്ട്. അത് ഏത് പാട്ടാണെന്ന് പറഞ്ഞാൽ ചേർക്കാമായിരുന്നു. മാങ്കുയിലേ പൂങ്കുയിലേ? അത് നേരത്തെ നമ്മുടെ ലിസ്റ്റിലുണ്ടല്ലോ. ഓ, ദാമോദര, തന്റെ ചോയ്സ് എന്താ? മാഡം, സുന്ദരി കണ്ണാൽ ഒരു സെയ്തി. സുന്ദരി കണ്ണ ദളപതി അല്ലേ? അത് തന്നെ മാഡം. സുന്ദരി കണ്ണാലൊരു സേതി, സുന്ദരി കണ്ണ വേണ്ട. ആ പാട്ട് പാടാൻ ഒരു സുഖമില്ല. വേറൊരു പാട്ട് പറ. സുഖമില്ലെന്നോ? നിനക്ക് വട്ടാടി, നിനക്കൊക്കെ നെല്ലിക്കടി വെക്കാത്തന്റെ പാട്ട് പാടാമെന്ന് നോക്കുന്നത്. ഇളയരാജയുടെ പാട്ടിന് നീ കുറ്റം പറയുന്നോ? എന്ത് ധൈര്യമായിട്ട് നിനക്ക്? നാക്കിന് ഞാനും പില്ലെന്ന് പറഞ്ഞ് എന്ത് വേണമെങ്കിലും സംസാരിക്കോ? എടി ഒന്ന് പറയാൻ നീ കേട്ടോ, നീ പാടുന്നത് ഈ ലോകത്ത് നിനക്കല്ലാതെ വേറെ ആർക്കും ഇഷ്ടമല്ലടി. നിന്റെ ചെവിക്ക് വായണ്ടറിനെ കരഞ്ഞേനും കരഞ്ഞു ചത്താനും. എല്ലാവർക്കും എന്റെ പാട്ട് ഇഷ്ട, നിനക്ക് മാത്രം ഇഷ്ടമല്ലാത്തത്. അപ്പൊ നിന്റെ കുഴപ്പാ. എടി, നിന്റെ പാട്ട് ഇഷ്ടമാണെന്ന് പറയുന്നത് വീട്ടിലുള്ളവരും നിന്റെ അച്ഛന്റെ ജോലിക്കാരും അറിഞ്ഞവരും സ്വന്തക്കാരുമാണ്. റോഡിലിറങ്ങി പാടി നോക്ക്, കല്ലുകൊണ്ടറിയും നിന്നെ. എന്തിന്? ഒരു പിച്ചക്കാരൻ പോലും പിച്ചയിടത്തില്ല. ഇതെല്ലാം ഞാൻ എന്തിനാ നിന്നോട് പറയുന്നതെന്നറിയോ? എനിക്ക് നിന്നെ കണ്ട ഉടനെ തന്നെ ഇഷ്ടമായി പോയി. പക്ഷെ നീ ഇതുപോലെ പാടി എല്ലാവരുടെ മുമ്പിൽ നാണം കെടുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു കാര്യം നീ മനസ്സിലാക്കണം, നീ വളരെ സുന്ദരിയാണ്, നന്നായിട്ട് സംസാരിക്കുന്നു, ശബ്ദവും നല്ലതാണ്. പക്ഷെ വളരെ വൃത്തികേടായിട്ടാ പാടുന്നേ, അതാണ് സത്യം. ദയവ് ചെയ്ത് ഇനി നീ പാടരുത്, എനിക്ക് താങ്ങാനാവുന്നില്ല. ഇത് കഴിഞ്ഞ് നീ പാടിയെന്ന് വെച്ചോ, നിന്റെ ഇഷ്ടം. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് എനിക്ക് ചോദിക്കണം. അങ്ങനെ എന്താ ഒരു പ്രധാനപ്പെട്ട കാര്യമേ? ഞാൻ നന്നായി പാടില്ലേ? എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നേ? നീ ഒന്നാം തരമായിട്ട് പാടുമല്ലോ കൊച്ചേ, ഗംഭീര പാട്ടല്ലേ. MS സുബ്ബലക്ഷ്മി, പാറശാല പൊന്നമ്മ, അതിനുശേഷം നീയാ മോളെ. എന്താടോ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? അതെ മോളെ, നന്നായിട്ട് പാടുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ ഒരുത്തനെ എന്താ പറഞ്ഞെന്നോ? ഞാൻ പാടിയ ഭിക്ഷക്കാര് പോലും 10 പൈസ തരില്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. പറയച്ചാ, അയാള് പറഞ്ഞു സത്യ. ആരാണ് എന്റെ മോള് പാടില്ല എന്ന് പറഞ്ഞ് അവളെ കളിയാക്കിയത്? അവൻ എവിടെ പോയി ഒളിച്ചാലും അവന്റെ കൈയും കാലും ഓടിക്കണോടാ. എംഡി സാറേ, നിങ്ങളൊരു പബ്ലിക് ഫിഗറാ, ത്രിപിൾ എ ചാനലിന്റെ ഫൗണ്ടർ. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ പെണ്ണിനോട് പ്രശ്നം ഉണ്ടാക്കുന്നത്? അവളൊരു ലോക്കലാ, എന്ത് വൃത്തികേടും കാണിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ബൈക്കിൽ പൊയ്ക്കൊണ്ടേ ഇരിക്കുമല്ലേ, നമ്മുടെ പുറകെ കാറിൽ വന്ന് ഒരു ഒറ്റ ഇടിക്ക് നമ്മളെ തെറിപ്പിച്ച് കളയും. എന്റെ അമ്മോ, ചോര കളർ സ്കോർപിയോ. എംഡി സാറേ, ഇത് അവിടെ ആൾക്കാർ തന്നെയാ. എംഡി സാറേ, ഞാൻ വണ്ടി ഓവർ സ്പീഡ് ആക്കാൻ പോവാ. ജീവനെ കൊതിയുണ്ടെങ്കിൽ പിടിച്ചിരുന്നോളൂ. ഒറ്റ ഇടി കൊണ്ട് തന്നോണ്ടല്ലോ, എന്തിനാ വെറുതെ പേടിച്ച് ചാവുന്നേ? സത്യം പറഞ്ഞ ആളെ വെച്ചടിക്കോ? അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ. ഇപ്പൊ തന്നെ വണ്ടി നിർത്ത്, ഞാൻ നോക്കിക്കോളാം. ഏത് കയ്യാ ഉദ്ദേശിച്ചേ? അവന്മാര് വെട്ടിക്കളഞ്ഞ താഴെ കിടക്കുന്ന എന്റെ കൈയല്ലേ? ഓഫീസർ, നിന്റെ MD അഴകരാജൻ നിന്റെ ജീവൻ രക്ഷിക്കുന്നുണ്ടെങ്കിൽ നീ വണ്ടി ഇപ്പൊ തന്നെ നിർത്തണം. ഐ ആം സോറി, നിങ്ങളെ വിശ്വസിക്കാനാവില്ല. അടി ഉണ്ടാക്കിട്ട് കുറഞ്ഞല്ലേ, നിർത്തണം. നീ ഒരു ഫൈറ്റ് വെറുതെ മിസ്സായി പോ. അടക്കട്ടെ. എന്താ ഓഫീസറെ, ചാനൽ ഇങ്ങനെയാണോ അടയ്ക്കുന്നത്? അപ്പൊ ലക്ഷ്മി എങ്ങനെ അകത്തേക്ക് വരിക? ഇപ്പോഴത്തെ എന്റെ അവസ്ഥയ്ക്ക് സാക്ഷാൽ ഐശ്വര്യ റായി വന്നാൽ പോലും ഞാൻ കഥ ഓർക്കുന്ന പ്രശ്നമേ ഇല്ല.
MD സാർ, കാര്യം അറിയാതെ നിങ്ങൾ കഥ തുറക്കരുത്. കെട്ടിപ്പേടിടാ. കഥ തട്ടുന്ന കണ്ടാ മനസ്സിലാവില്ലേ ആരാ ഇതെന്ന്? യു മീൻ സുകുമാരൻ നായർ? ആഹാ. നമ്മളെ പിന്തുടർന്ന ചോര കളർ സ്കോർപിയോ, അത് സാറിന്റെ പെണ്ണിന്റെ അച്ഛനല്ല, ആ പിശാച സുകുമാരൻ നായർ. അറിയോ? ഓ, അതല്ല ഞാനും ഓർത്ത്. പ്രേമം തുടങ്ങിയ ഉടനെ ചേസിങ് ആണെന്ന് ഞാനും ഒരു നിമിഷം അങ്ങ് ജെർക്കായി പോയെന്നേ. MD സാർ, നിങ്ങളുടെ കാലെ പിടിച്ച് കെഞ്ചി ചോദിക്കുക. ഈ മനോഹരമായ കാല് പിടിച്ച് ഒന്നുകൂടെ ഞാൻ പറയാം. ആ കറുത്ത അംബാസിഡർ കരീന ചോപ്രയെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഡേ ആൻഡ് നൈറ്റ് ഫോൺ ചെയ്ത് ടോർച്ചർ ചെയ്യുക. ഉറക്കവേ ഇല്ല. അയാൾ വന്ന് ചോദിച്ചാ ഞാനിവിടെ ഇല്ല, അടുത്ത ആഴ്ച വരുവുള്ളെന്ന് പറഞ്ഞ് ദൈവം തന്നെ രക്ഷിക്കണേ MD സാറേ. ചേട്ടാ നമസ്കാരം. എന്താ ചേട്ടാ കഥകിലെ മൃദംഗാണോ? ജീവിതത്തിൽ തട്ടാന്ന് വെച്ചാ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. ഇരുന്ന് സംസാരിക്കാലോ. വായേട്ടാ പറഞ്ഞോ. എവിടെ പോയാ കല്യാണരാമൻ? കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന സമയത്താ കളവന്റെ സൂക്കേട്. അല്ല എന്താ ചേട്ടാ കാര്യം? ഞങ്ങള് തമ്മിൽ ഒരുപാടുണ്ടാവും, അതൊക്കെ നിന്റെ അടുത്ത് പറയാൻ പറ്റുമോ? ഇല്ല വേണ്ട വേണ്ട. കഴിഞ്ഞ ജന്മം അവൻ എന്റെ അമ്മാവനായിരുന്നു. ആരാടാ നിന്റെ അമ്മാവൻ? ഏട്ടാ മോനെ, എവിടുന്ന് ഒരു ശബ്ദം കേട്ടല്ലോ. കേട്ടോ? അതെ ചേട്ടാ, ഈ ഓഫീസിൽ 12 മണിയായി എന്നും ഇങ്ങനെ തന്നെയാ. വാസ്തു ശരിയല്ലെന്നേ. നമ്മുടെ AAA ചാനലിന് ഒരാടും കൂടെ കൺഫേം ചെയ്താ ഇപ്പൊ തന്നെ റൂം മാറ്റിയേക്കാം. ഇവനൊക്കെ വല്ല ആടിനെ വളർത്താൻ പോയിക്കൂടെ? ഓ, ചെയ്യാലോ. സാറേ, യെസ്. മേഡം ഒരു ബൊക്ക തന്നു വിട്ടിട്ടുണ്ട്. മേഡോ? ക്ലൈന്റ് ഉള്ളപ്പോ ശല്യം ചെയ്യാനായിട്ട്. ഏത് മേഡോ? ദേവിപ്രിയ മേഡം. ദേവിപ്രിയ മാഡമാണ് കൊടുത്തയച്ചേ? അതെ സാർ. ഇപ്പൊ മാഡം എവിടെയാ? താഴെ കാറിലുണ്ട്. അതെ സാർ. ചേട്ടാ ഒരു 5 മിനിറ്റ് കടയിൽ നോക്കണം, ഞാൻ ഇപ്പൊ വന്നേക്കാം, വേഗം വരാം. അവന്റെ അകത്തുണ്ട്. പയ്യനെ വന്നാ മതി, പയ്യനെ വന്നാ മതി. കല്യാണം കല്യാണം കല്യാണം. ആരാ ഇത്? ഈ മോതിരത്തിന്റെ സ്ക്രൂ ഇല്ലേ, സ്ക്രൂ, അത് കാണാതെ പോയി തേടുമായിരുന്നു. മോതിരത്തിന് എവിടെയാടാ സ്ക്രൂ? സ്വർണക്കടക്കാരനോട് തന്നെ കളവോ? ഹലോ, അഴകരാജൻ സ്പീക്കിംഗ്. എന്താ താങ്ക്സ് എന്ന് പറഞ്ഞ് ബൊക്കെയൊക്കെ അയച്ചേക്കുന്നു. ഇതിൽ ചിത്രം എന്നുള്ള കട്ട് ചെയ്തേക്കുന്നു. പേര് മാറ്റിയ ഫേമസ് ആവുമെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നോ? ഇനി ഞാൻ പാടുന്നില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അതാ ചിത്ര കട്ട് ചെയ്തു. എന്നോടാണോ പറഞ്ഞേ? ഞാൻ ശരിക്കും കേട്ടില്ല, ഒന്നുകൂടെ പറയേ. ഇനി ഞാൻ ഒരിക്കലും പാടുന്നില്ലെന്ന് തീരുമാനിച്ചെന്ന്. ഓക്കെ, അതാ ചിത്ര കട്ട് ചെയ്തത്. ഓൺലി ദേവിപ്രിയ മാത്രമേ ഉള്ളൂ. സന്തോഷായില്ലേ? അയ്യോ ദൈവമേ, ഞാനിത് ആരോട് പറയും? ഇത് പിടിച്ചേ, ഇതൊന്ന് പിടിക്കേ, ഒരു മിനിറ്റ് പ്ലീസ്. പിടിക്കായി പിടിക്കേ, വേഗം പിടിക്കേ. എന്റെ മോളെ എന്ത് തോന്നിയ ഇത്? സോറി സോറി സോറി, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചിത്ര ദേവിപ്രിയ? അയ്യോ ദേവിപ്രിയ, എനിക്കൊരു കാര്യം ചോദിക്കണം. നിങ്ങൾ ഉള്ളി ദേവിപ്രിയ ഇത് എങ്ങനെയാണെന്ന് എന്നോടൊന്ന് പറഞ്ഞു തരുമോ? ഉറപ്പായിട്ടും. അവൻ എവിടെ പോയി ഒളിച്ചാൽ അവന്റെ കൈയും കാലും ഓടിക്കണോടാ. അച്ഛാ അച്ഛാ, എന്റെ അമ്മോ, ആര് പറഞ്ഞെന്നുള്ളത് കാര്യമല്ല, അവൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് ഓർക്കണം. സത്യം ചെയ്തു പറയണം. ശരിക്കും പറഞ്ഞ ഞാൻ നന്നായി പാടുന്നുണ്ടോ ഇല്ലയോ? എന്റെ തലേ കൈവച്ച് പറയാൻ മോള് നന്നായിട്ട് പാടും. അത് പിന്നെ പി സുശീല എസ് ജാനകിക്ക് ശേഷം മോള് തന്നെയാ പാടുന്നത്. ഇനി പറയ്, നല്ല പാട്ടാണോ അല്ലയോ? പോമോളെ, ഈ സത്യം ചെയ്യുന്ന പരിപാടിക്ക് ഞാൻ ഇനി കൂട്ടു നിൽക്കില്ല. അവിടെ നിക്ക്, നന്നായി പാടുന്നു പറഞ്ഞില്ലേ, പിന്നെന്താ? എടുക്ക്, കൈ അതൊന്നും വെക്ക്. വേണ്ട. പറയ്. ഞാൻ പറയുന്ന കേക്ക് മോളെ. അച്ഛന്റെ മനസ്സിങ്ങനെ വിഷമിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്ക് മോളെ. വേണ്ട. അച്ഛാ, സത്യം പറയുന്നുണ്ടോ ഇല്ലയോ? വേണ്ട 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 മോളെ, ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല. പറയച്ചാ. വേണ്ട മോളെ, പറയാനാ പറഞ്ഞേ. മോശമായിട്ടാ, വളരെ മോശമായിട്ടാ പാടുന്നേ. മതിയായോ? അയ്യോ എന്റെ ദൈവമേ. ഞങ്ങളും മനുഷ്യരല്ലേ, ഞങ്ങളും എത്ര കാലമാണെന്നും പറഞ്ഞ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്. അതും ചില ദിവസം ഉണ്ടല്ലോ, റിഹേഴ്സൽ എന്നും പറഞ്ഞ് കൊച്ചു എളുപ്പം കാലത്തേ തുടങ്ങുമല്ലോ. അയ്യോ അയ്യോ, ഈയമില്ലേ മോളെ, ഈയം. അത് ചൂടാക്കി കാതിലൊഴിക്കുന്ന പോലെ ഒന്ന് കേക്കും. എടാ, ഞാനെല്ലാം തുറന്നു പറഞ്ഞില്ലേ, മനസ്സിലുള്ളതെല്ലാം പറയടാ. അതെല്ലാം പോട്ടെ, നിന്റെ അമ്മയുടെ തല എങ്ങനെയാ മുറിഞ്ഞെന്ന് നിനക്കറിയാവോ? അറിയാം.
കിച്ചണിൽ അറിയാതെ മുട്ടിയതല്ലേ. അങ്ങനൊന്നും അല്ല. ഇന്നലെ വൈകിട്ട് എല്ലാം ഞാൻ തന്നെ പറയണോ, പറഞ്ഞു കൊടുക്കണേ. എടി മോളെ, ഇളയരാജ സാറിന്റെ പാട്ട് എനിക്ക് ഇഷ്ടമാണെന്ന് നിനക്കറിയാവല്ലോ. പക്ഷെ ഇന്നലെ നീ പാടിയില്ലേ മോളെ, ആ മാങ്കുയിലെ പൂങ്കയിലെ എന്നുള്ള പാട്ട്. സഹിക്കാൻ പറ്റാതെ ടക്കോ ടക്കോന്ന് ഞാൻ തന്നെയാണ് തലയിടിച്ചത്. ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ. പിന്നെ അല്ലേ, ഇത് മാത്രമാണേലും സാരമില്ല. നീ ജോൺസൺ മാഷിന്റെ ഹിറ്റാന്ന് പറഞ്ഞ് ഒരു പാട്ട് പാടുമല്ലോ, മഞ്ചാടി മാണിക്കൂടെ നിറഞ്ഞു. അത് കേക്കുമ്പോ എന്നെ ഇനി ആരും അന്വേഷിക്കരുതെന്ന് എഴുതി വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോണോന്ന് തോന്നുവടി. അങ്ങനെ ഒരു അയ്യോ ചിത്രാദേവി പ്രിയ കരയല്ലേ കരയല്ലേ, അച്ഛന്റെ ചങ്ക് പൊട്ടി പോകുവേ. നീ ചോദിച്ചപ്പോ പറഞ്ഞില്ലേ ഞാൻ പറയില്ല എന്ന്. ചിത്രാദേവി പ്രിയ ദേവി പ്രിയ അല്ല, വെറും ദേവി പ്രിയ. ചിരിച്ചോ, നന്നായി ചിരിച്ചോ. ഇതിലൊന്നും ഞാൻ കുലുങ്ങൂല. ഉറപ്പായിട്ടൊരു കലാകാരിയെ ഞാൻ തിളങ്ങി നിൽക്കും. അതിനധികം താമസമൊന്നുമില്ല. സോറി. എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും തന്നെ ഞാൻ നന്നായി പാടുന്ന എന്റെ മുഖത്ത് നോക്കി വെറുതെ കള്ളം പറഞ്ഞു. നിങ്ങൾ ഒരാൾ മാത്രം ഞാൻ നന്നായി പാടില്ല എന്നുള്ള സത്യം എന്റെ മുഖത്ത് നോക്കി ഓപ്പണായി പറഞ്ഞത്. നിങ്ങളുടെ ഈ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിവേ, താങ്ക്സ്. താങ്ക്സ്. Ma pa ni sa re sa, ma pa ni sa re sa, ga ga re re sa sa ni ni pa ni sa